ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹിമാലയൻ 450 ആണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമ്മളിതിൻ്റെ പഴയ മോഡൽ, അതായത് നമ്മുടെ 411 നമ്മൾ റിവ്യൂ ചെയ്തായിരുന്നു. ഇത് അതിൻ്റെ അപ്ഡേറ്റഡ് മോഡലാണ്. നമ്മുടെ ഓൾ ന്യൂ ഹിമാലയൻ 450 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 452cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഇതെന്ന് പറയുമ്പം റോയൽ എൻഫീൽഡിൻ്റെ ഓൾ ന്യൂ എഞ്ചിനാണ്, അതായത് കംപ്ലീറ്റ്ലി റീബിൽഡ് ചെയ്തിട്ടുള്ള, അതായത് ഒരു ന്യൂ എഞ്ചിനാണ്. റീബിൽഡ് എന്ന് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി ന്യൂ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് ഫാൻ ബോയ് റിവ്യൂ അല്ല. അപ്പോൾ ഇതിൽ കുറച്ച് നെഗറ്റീവ്സും ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ പോസിറ്റീവ് സൈഡും ഞാനിതിൽ പറയുന്നുണ്ടാവും. അപ്പോൾ ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുമ്പോൾ 40 bhp അറ്റ് 8000 RPM, അതുപോലെ തന്നെ ഒരു 40 Nm ടോർക്ക് അറ്റ് 5500 RPM ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ പഴയ ഹിമാലയൻ്റെയും പുതിയ ഹിമാലയൻ്റെയും ഒരു ചെറിയൊരു കമ്പാരിസൺ ഞാനിതിൽ കൊടുത്തിട്ടുണ്ടാവും. അതായത് പവറും സിയും തമ്മിലുള്ള വ്യത്യാസത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ പഴയ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 411 cc ഉണ്ടായിട്ട് 24 bhp മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. ആ ഒരു പോരായ്മ ഇവർ കംപ്ലീറ്റ്ലി ഇതിൽ മാറ്റിയിട്ടുണ്ട്. കാരണം 40 bhp ഉണ്ട് ബ്രോ, ധാരാളമാണ്. പക്ഷേ പഴയതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇതിൽ മാറ്റിയപ്പോൾ എനിക്ക് ചെറിയതായിട്ടൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അതായത് ആ ഒരു ലോ എൻഡ് പഞ്ച് ഇതിൽ കുറവാണ് അതിൽ. അതായത് പഴയതിനെന്ന് പറയുമ്പോൾ നമുക്ക് എയർലി ആയിട്ട് നമുക്ക് ആ പവർ കിട്ടും, ആ ഫുൾ പവർ നമുക്ക് ചെറിയൊരു RPM തന്നെ കിട്ടുമായിരുന്നു. പക്ഷേ ഇതിലെന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് റവ് ചെയ്താലേ നമുക്ക് ആ ഒരു പവർ ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ളൂ. അത് പക്ഷേ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ പഴയതിൽ ഭയങ്കര നെഗറ്റീവായിട്ട് പറഞ്ഞെങ്കിലും എനിക്കിതിൽ കുറച്ച് ചെറുതായിട്ട് മിസ് ചെയ്തു. പക്ഷേ കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മിസ്സിങ് മാറിക്കോളും കേട്ടോ. അത്രയ്ക്ക് നല്ല കിഡിലൊരു പവർ പാക്കേജുള്ള ഒരു വണ്ടിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഫ്രണ്ടിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൾ ന്യൂ ഹെഡ്ലൈറ്റാണ്. അതായത് നമ്മുടെ GT 650 ആ പുതിയ 650s വരുന്ന സെയിം ഹെഡ്ലൈറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഹെഡ്ലൈറ്റ് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. ഞാൻ നൈറ്റ് കുറച്ച് യൂസ് ചെയ്തതിൻ്റെ ഷോർട്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. റോഡിൽ നിന്ന് കുറച്ച് മാറി ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മീറ്റർ ഓണാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെറിയൊരു പാർക്ക് ലൈറ്റ് പോലത്തെ 2 ലൈറ്റ് ഉണ്ട്. പാർക്ക് ലൈറ്റ് പോലത്തെ ഈ ഒരു ലൈറ്റിൽ നിന്നുള്ള പ്രകാശമാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും നമുക്ക് നോർമൽ ഇവിടെ കുറച്ച് ഇരുട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോൾ ആദ്യം കണ്ട ലൈറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോൾ ഉള്ള ലൈറ്റ്. ഇത്രയും പ്രകാശമാണ് നമുക്ക് നോർമലി കിട്ടുന്നത്. അതായത് നൈറ്റിൽ വിസിബിലിറ്റി ഇത്രയാണ്. അടുത്ത് ഇതാണ് ഹൈ ബീം കുറച്ച് മാനത്തടിക്കുന്ന പോലത്തെ സ്കീമാണ്. അതായത് നോർമൽ ലൈറ്റ് കുറച്ച് മേളിലടിക്കുന്നതാണ്. അത് ഈ വണ്ടിയിൽ അങ്ങനെ ഇരിക്കുന്നതാണോ എന്നാലും ഹൈ ബീമിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ലോ ബീമാണ് കുറച്ചും കൂടി സ്പ്രെഡ് ആയിട്ടുള്ള ലൈറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. ബാക്കി റിവ്യൂവിൽ കാണാം. അപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ടിട്ടുള്ള നൈറ്റ് വിഷ്വൽസ്. എനിക്ക് വലുതായിട്ട് ഇത് തോന്നിയില്ല, ബട്ട് കുറച്ചും കൂടി ഒന്ന് അപ്ഡേറ്റ് ആവാമായിരുന്നു ഹെഡ്ലൈറ്റ്. പിന്നെ ഒരു മഡ് ഫ്ലാപ്പ് ഉണ്ട്, നല്ല പൊങ്ങിയിട്ടുള്ളൊരു മഡ് ഫ്ലാപ്പാണ്. ഇത് കുറച്ച് പ്ലാസ്റ്റിക്കാണ് കേട്ടോ, ബാക്കിയെല്ലാം മെറ്റലാണെങ്കിലും. ടാങ്കൊക്കെ കണ്ടില്ലേ, ടാങ്കിൻ്റെ അവിടെയൊക്കെ വരാം. ഓക്കെ, ഒരു മഡ് ഫ്ലാപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ USB ഫോർക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ലുക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷോവയുടെ നമ്മുടെ ഒരു സസ്പെൻഷൻ ഫ്രണ്ടിൽ വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഷോവയുടെ സസ്പെൻഷനൊക്കെ ഞാൻ ഹിമാലയനിൽ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഓഫ് റോഡാണ് ഈ ഒരു വഴി. ഓഫ് റോഡൊക്കെ എടുത്തിട്ട് എനിക്ക് മീൻസ് പക്ക ഓഫ് റോഡൊന്നും ഞാൻ പോയില്ലെങ്കിലും ഒരുവിധമുള്ള ഹംസും ഒന്നും എനിക്ക് ഒരു ഫീൽ ആവുന്നില്ല. അമ്മാതിരി നല്ല ഒരു കിഡിലും സസ്പെൻഷനാണ് പറഞ്ഞത്. അഡ്ജസ്റ്റബിൾ അല്ല, 43 mm ഒരു ഷോവയുടെ സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു 21 ഇഞ്ച് സ്പോക്ക് വീൽ വരുന്നുണ്ട്. ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നുണ്ട്. അതായത് 21 ഇഞ്ചിൽ ട്യൂബ്ലെസ് ടയേഴ്സാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ വൈബ്രേറെ ഒരു 320 mm ഒരു ഡിസ്ക് ബ്രേക്കും ഫ്രണ്ടിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. പഴയതിലെന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ഒരു സ്പോഞ്ചി ടൈപ്പ്, അതായത് കുറച്ചൊന്ന് സ്ലോ ബ്രേക്കിംഗ് ആയിരുന്നു. ഇത് പക്ക ബൈറ്റും പക്ക ഫീഡ്ബാക്കും കിട്ടുന്ന ഒരു അഗ്രസീവ് ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് 2-3 സ്ഥലങ്ങളിൽ ചെറുതായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ബ്രേക്കിംഗ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിലൊരു നെഗറ്റീവ് ഫീൽ എന്ന് പറയുമ്പോൾ ബ്രേക്കിംഗ് പക്കയാണ്, പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു കരയുന്ന ഒരു ശബ്ദമുണ്ട്, കീ എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുവിധം എല്ലായിടത്തും ചോദിച്ചപ്പോഴും അത് പറഞ്ഞ് അത് ഷോറൂമിലുള്ളതാണ്, മീൻസ് എല്ലാ വണ്ടിക്കും കിട്ടുന്ന സാധനമാണെന്ന് പറഞ്ഞു. ഇത്രയും രൂപ കൊടുത്തെടുക്കുമ്പോൾ അതൊന്ന് മാറ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ബ്രേക്ക് പേഡ്സ് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് പേഡ്സ് കുറച്ച് കൂടിയതിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ടാവും. ഹിമാലയൻ്റെ ചിലപ്പോൾ അടുത്ത അപ്ഡേറ്റ്സിൽ നിങ്ങൾക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ ഒരു 90 സെക്ഷൻ്റെ ടയർ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്യൂബ്ലെസ് ആണ് ടയേഴ്സ്, സ്പോക്കിൽ ട്യൂബ്ലെസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓഫ് റോഡിങ് ചെയ്യുമ്പോഴും വലിയ പ്രശ്നം വരത്തില്ല. അപ്പോൾ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ പുറകിലൊരു 17 ഇഞ്ചിൻ്റെ ഒരു സ്പോക്ക് വീൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 270 mm ഒരു വൈബ്രയുടെ ബ്രേക്ക് വരുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫ്രണ്ടാണ്, പക്ഷേ പുറകും കുഴപ്പമില്ലാണ്ട്, അതായത് ഫ്രണ്ട് ബ്രേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഫുള്ള് നിർത്താൻ പറ്റുന്നുണ്ട്. അതായത് ഇത്രയും കിലോ ഉള്ള ഒരു വണ്ടി ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 140 സെക്ഷൻ്റെ ഒരു ടയറും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പുറകിലത്തെ ഒരു സ്പെക്ക് എന്ന് പറയുമ്പോൾ പഴയ ഹിമാലയനിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതായത് സ്വിംഗ് ആം വരുന്നതായാലും സസ്പെൻഷൻ ആയാലും പുറകിലൊരു മോണോഷോക്ക് വരുന്നുണ്ട്.
പിന്നെ ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള വ്യൂ എന്ന് പറയുമ്പോൾ. പുറകിലെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു സാധനം മിസ്സാവും. നമ്മുടെ പഴയ ഹിമാലയൻ്റെ ഒരു ടെയിൽ ലൈറ്റ് ഉണ്ടല്ലോ, ആ സാധനം അങ്ങ് നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ലൈറ്റ് അതോടൊന്ന് കംപ്ലീറ്റ് അതെടുത്ത് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് ഈ ഒരു ഇൻഡിക്കേറ്ററിൽ തന്നെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രേക്ക് ലൈറ്റും കൂടി വരുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്ററും ഇതിൽ തന്നെയാണ് വരുന്നത്, ബ്രേക്ക് ലൈറ്റും ഇതിൽ തന്നെയാണ് വരുന്നത്. പുറകിൽ നിന്നുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, എന്നുവെച്ചാൽ ഇത്രയും ഭാഗം ഒരു സ്ലിം ബ്യൂട്ടി ആയിട്ട് പകുതി ഭാഗം ജിമ്മിൽ പോകാണ്ട് തടിച്ചിരിക്കും പോലെയാണ് ഇതിരിക്കുന്നത്. അതായത് ഞാൻ വിചാരിച്ചു ഈ ഒരു സാധനം കട്ട് ചെയ്ത് മീൻസ് ഇതൊരു വേറൊരു വണ്ടിയുടെ വേറൊരു വണ്ടിയുടെ ജോയിൻ ചെയ്ത പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതേ ഓടിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി. കാരണം സൈലൻസർ ഒരു അമ്മാതെ സ്ലിമ്മിലാണ് ഇരിക്കുന്നത്. നോക്കിയേ നിങ്ങൾ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സൈലൻസറിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുമ്പോൾ. അത്രയും സ്ലിമ്മാക്കി കളഞ്ഞു പുറകെ. പിന്നെ ഫ്രണ്ടിൽ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് എൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭീമാകാരമായ ടാങ്ക് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 230 mm ആണ് എൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ ഇതൊക്കെ എക്സ്ട്രാ ആക്സസറിയാണ്, അതായത് ഈ ഒരു ക്രാഷ് കാർഡ് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് സ്റ്റോക്കിൽ വരുന്നതാണ്, പക്ഷേ ഇത് എക്സ്ട്രാ വരുന്ന ഒരു ക്രാഷ് കാർഡാണ്. പക്ഷേ ഇവിടെ ഒരു സാധനം ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഇത് പ്ലാസ്റ്റിക് ആക്കി കളഞ്ഞു. പഴയതിലൊരു മെറ്റൽ പീസായിരുന്നു ഈ ഒരു ഇത്. നിങ്ങൾക്ക് പഴയ ഹിമാലയൻ ഉണ്ടെങ്കിൽ അറിയാം, ഒരു അടിയിലൊരു പ്ലേറ്റ് വരുന്നുണ്ട്, അത് നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു മെറ്റൽ പ്ലേറ്റാണ് വന്നിരുന്നത്. ഇതൊരു മെറ്റൽ മാറ്റിയിട്ടൊരു പ്ലാസ്റ്റിക് ആക്കി കളഞ്ഞു. അത് പക്ഷേ പക്ക ഓഫ് റോഡ് ചെയ്യുന്നവർക്ക് ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നും. ബാക്കി അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ അത്യാവശ്യമുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതൊരു ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് പീസ് എന്നാണെന്നേ ഉള്ളൂ. വേറെ നോർമലി എനിക്ക് അടിയിടിക്കുന്ന ഫീലൊന്നും വന്നിട്ടില്ല. ഇവിടെ ഒരു പ്രൊട്ടക്ടറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും, അതായത് ഹിമാലയൻ എടുക്കുന്നവരെന്തായാലും ഒരു ഫോർക്ക് ഓയിൽ സീൽ പ്രൊട്ടക്ടർ മേടിച്ചിടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം ഓഫ് റോഡ് പോകുന്നവർക്ക് എന്തായാലും ആവശ്യമുള്ള സാധനമാണ് ഈ ഫോർക്ക് ഓയിൽ സീൽ പ്രൊട്ടക്ടർ എന്ന് പറയുമ്പോൾ. കാരണം ഫ്രണ്ട് ഫോർക്ക് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്, അതായത് ഓഫ് റോഡ് പോയിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. അടുത്തെന്ന് പറയുമ്പം ഒരു വലിയൊരു സ്റ്റാൻഡ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റാൻഡ് കണ്ടില്ലേ, നമ്മൾ പഴയ ഹിമാലയനിൽ നിന്നൊക്കെ ടോട്ടലി റീബിൽഡ് ചെയ്ത ഒരു ഹിമാലയനാണിത്. പഴയ ഹിമാലയനും പുതിയ ഹിമാലയനും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഓക്കെ ഇതേതോ പുതിയ ബ്രാൻഡഡ് വണ്ടിയാണെന്നേ പറയൂ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്രാഷ് ഗാർഡ് പോലെ വന്നിട്ടുണ്ട്. ആ ക്രാഷ് ഗാർഡിൽ തന്നെയാണ് ഈ ഒരു ഫ്രണ്ട് എൻഡ് ഫുള്ള് വരുന്നത്. ക്രാഷ് ഗാർഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗാർഡ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഇൻഡിക്കേറ്റർ നമ്മുടെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റേ ആയാലും നമ്മുടെ മീറ്ററിൻ്റെ സ്റ്റേ ആയാലും എല്ലാം ആ ഒരു ചെറിയൊരു പീസിലാണ് വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സാധനമാണ്. കാരണം വണ്ടി ചരിഞ്ഞ് വീണാലും ഹാൻഡിൽ ബാറിൽ വരാണ്ട്, അതായത് ഫുൾ ഈ ഒരു സാധനത്തിൽ തന്നെ അതിൻ്റെ ഒരു ക്രാഷ് ഇത് തന്നെ അങ്ങ് താങ്ങിക്കോളും. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഇത് പ്ലാസ്റ്റിക്കാണ്. അടുത്ത് നമുക്ക് വണ്ടി കയറി ഇരുന്നിട്ട് നോക്കാം. അതിന് മുമ്പ് നമുക്ക് സീറ്റ് നോക്കാം അല്ലേ. സീറ്റ് എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു സീറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ ഒരു സീറ്റാണ് വന്നിട്ടുള്ളത്. പഴയ ഹിമാലയനെക്കാട്ടും എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഹൈറ്റ് കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരു 174 ഉണ്ട്, ബട്ട് എനിക്കിതിൻ്റെ ഇത് നല്ല ഹൈറ്റ് കുറഞ്ഞൊരു വണ്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സ്റ്റാൻഡ് ഭയങ്കര ചരിഞ്ഞായിട്ടൊന്നുമല്ല, ചെറുതായിട്ടാണ് വണ്ടി ചരിഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ഇതിന് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞവർക്കും വണ്ടി പറ്റുന്നതായിരിക്കും, ഓടിക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഒരു ചെറിയൊരു കാര്യമുണ്ട്, ഫാക്ടറുണ്ട്, അതിൻ്റെ വെയിറ്റ്. അതൊഴികെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. നമുക്ക് വരാം. അപ്പോൾ നമ്മുടെ സീറ്റാണ് ഞാൻ പറഞ്ഞോട്ടെ. സീറ്റ് പക്ഷേ പഴയ നമ്മുടെ ഹിമാലയനെക്കാട്ടും കുറച്ച് ഹാർഡ് സീറ്റാണ് വന്നിട്ടുള്ളത്. പഴയെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കുഷൻ സീറ്റായിരുന്നു. മീൻസ് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് കുഴിഞ്ഞു പോകുന്നൊരു ടൈപ്പ്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് കുറച്ച് ഹാർഡ് സീറ്റാണ് വന്നിട്ടുള്ളത്. പുറകിലത്തെ പില്ലിയൻ സീറ്റും അങ്ങനെ തന്നെ. പില്ലിയന് കുറച്ച് വൈഡ് സീറ്റാണ് വന്നിട്ടുള്ളത്, ഭയങ്കര സ്ലിമ്മൊന്നുമല്ല, കുറച്ച് വൈഡ് സീറ്റാണ് വന്നിട്ടുള്ളത്. അത് ഇവിടെ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് വന്നിട്ടുള്ളത്. പുറകിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ടോപ്പ് ബോക്സ് വയ്ക്കാൻ വേണ്ടി ഒരു സ്റ്റേ വന്നിട്ടുണ്ട്. അത് സ്റ്റോക്കായിട്ട് തന്നെ വരുന്നതാണ്. അത് അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ പില്ലിയണിരിക്കുമ്പോൾ പിടിച്ചിരിക്കാൻ വേണ്ടിയുള്ള ഗ്രാബായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വണ്ടി പുഷ് ചെയ്ത് പുറകിലോട്ട് എടുക്കുമ്പോഴും നമുക്ക് ഇത് തന്നെ നല്ലൊരു യൂസ്ഫുൾ കാര്യമാണ്. അതുപോലെ തന്നെ പില്ലിയൻ ഫുഡ് പെഗൊക്കെ ഞാൻ പില്ലിയനായിട്ട് ഇരുന്നപ്പോഴും എനിക്ക് നല്ല കംഫർട്ട് തോന്നി. കാരണം കാലൊക്കെ കുറച്ചും കൂടി വൈഡായിട്ട് വയ്ക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഡയറക്റ്റ് താഴെയല്ല എന്നാൽ കുറച്ച് ഫ്രണ്ടിലോട്ടാണ് വന്നത്. അപ്പോൾ കുറച്ചും കൂടി ഇരിക്കാനുള്ള ഒരു കംഫർട്ട് കുറച്ചും കൂടി കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇതിലൊരു സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്. നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഒന്ന് ഇട്ട് നോക്കാം. ആക്ച്വലി നമുക്കിത് ചവിട്ടിയിട്ട് പൊങ്ങണില്ല ചേട്ടാ, പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ച് പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? വെറുതെ അല്ല ഈ പണ്ടാറിന്റെ എന്തോ ഞാൻ എന്താ പറഞ്ഞു, അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ. ഞാൻ ട്രൈ ചെയ്യുന്നില്ല. ഇത് വീണ് കഴിഞ്ഞാൽ എനിക്കിത് എടുത്തുകൊണ്ട് പോകാൻ ഇവിടെ വേറെ ആരെയും കാണാനില്ല. ഞാനൊരു 70 കിലോയും വണ്ടി ഒരു അറൗണ്ട് 200+ ഉണ്ട്. ഇതിനൊരു ചെറിയൊരു കുഞ്ഞ് ടാങ്ക് വരുന്നുണ്ട്. വളരെ വെയിറ്റ് കുറഞ്ഞൊരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് കയറി ഇരിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് എന്ന് പറയുമ്പോൾ ഒരു 825 mm സീറ്റ് ഹൈറ്റുള്ള ഒരു വണ്ടിയാണ്. 825 സീറ്റ് ഹൈറ്റാണ്. പക്ഷേ ഞാനെന്ന് പറയുമ്പോൾ 170 ആണ്. എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് പഴയതിൽ ചെയ്യാൻ പറ്റിയില്ലെന്നാണോ എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പുറകിലത്തെ സസ്പെൻഷൻ്റെ ഹൈറ്റ് കുറച്ചോ അങ്ങനെ എന്തോ ഇട്ടിട്ടുണ്ട്, അല്ലാണ്ട് എനിക്ക് ഇത്രയും ഹൈറ്റ് കുറയാൻ ചാൻസ് ഇല്ല. ഇതാണ് നമ്മൾ കയറി ഇരിക്കുമ്പോഴെന്നുള്ള വ്യൂ എന്ന് പറഞ്ഞത്. അതായത് ഞാൻ പറയല്ലേ പുറകെ ഭയങ്കര സ്ലിമ്മും ഇവിടെ ഒരു ഭീമാകാരം വരെ. എനിക്ക് ഫ്രണ്ട് ഇത് കാണുമ്പോൾ റൈനോസർ പോലെ ഇരിക്കുന്നത്, മീൻസ് എന്തോ എനിക്ക് റൈനോസറിൻ്റെ പുറത്തിരിക്കും പോലെ, അതായത് ഒരു കൊമ്പ് പോലത്തെ സാധനം, അങ്ങനത്തെ ഒരു ഫീലാണ്. നിങ്ങൾ എന്ത് തോന്നുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്തോ. അപ്പം കറണ്ടില്ലേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹൈറ്റ് കുറച്ച് കിട്ടും, ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടിയിട്ട്, അതായത് ഫ്രണ്ടിലും പുറകിലോട്ട് ഇറങ്ങിയിരിക്കാം. അടുത്ത് കയറി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പറയുന്നുണ്ട് ഒരു വെയിറ്റ് ഒരു 196 ആണിത് പറഞ്ഞിട്ടുള്ള വെയിറ്റ്. എനിക്ക് തോന്നുന്നത് വിത്തൗട്ട് ഫ്യൂലായിരിക്കും, കാരണം ഇതൊരു ചെറിയൊരു ടാങ്ക് വരുന്നുണ്ട്. ഇത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇത് ഇങ്ങറ്റം വരെ പോകുന്ന ഒരു ടാങ്ക് ഉണ്ട്. ചെറുതായിട്ടൊരു 17 ലിറ്റർ ടാങ്കാണ് ഇതിൽ വരുന്നത്, ചെറുത് 17. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെയിറ്റും കൂടി എനിക്ക് തോന്നുന്നു എറൗണ്ട് ഒരു 200+ അല്ലെങ്കിൽ 200, എനിക്ക് തോന്നുന്നു ആ റേഞ്ചൊക്കെ വരുമെന്ന്. 210 ആ റേഞ്ച് വെയിറ്റ് ഉണ്ട്. അതിനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. അത്രയും വെയിറ്റ് നിങ്ങൾ താങ്ങുന്നതിനും അത്രയും ഫീച്ചേഴ്സും ഇതിൽ തരുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് സ്വിച്ച് ഗിയേഴ്സിലോട്ട് പോകാം. ഇവിടെ ഒരു നമ്മുടെ ഹോം ബട്ടൺ ഉണ്ട്, അത് ഇതിൽ ടോഗിൾ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴുള്ള എല്ലാ നമ്മുടെ റോയൽ എൻഫീൽഡിൽ കാണുന്ന പോലത്തെ ബട്ടണാണ് വരുന്നത്, അതായത് ഡിമ്മ്, പാസ്, ആ ഒരു സാധനം. പക്ഷേ എനിക്ക് ഈ പാസ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് സൈഡിൽ പാസ് വരണതാണ് കുറച്ചും കൂടി യൂസ്ഫുൾ. അതായത് ഇത് ഇങ്ങനെ ആക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. നമുക്ക് നൈറ്റൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പാസ് അടിച്ച് കളിക്കാൻ വേണ്ടി ഈ സൈഡിൽ വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ചിലപ്പോൾ അടുത്ത അപ്ഡേറ്റിലൊക്കെ വരായിരിക്കും. എന്തായാലും അടുത്ത അപ്ഡേറ്റ് ഉണ്ടാവും. ഇൻഡിക്കേറ്റർ ഉണ്ട്, LED ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. സ്റ്റോപ്പ് ലൈറ്റും ഇതിൽ സ്റ്റോപ്പ് ലൈറ്റും ഉണ്ട്, അതായത് സ്റ്റോപ്പ് ലൈറ്റും ഇതാണ് നടുക്കാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോൺ വരുന്നുണ്ട്. ഹോണ് പക്ഷേ ഇത് സിൽവർ കളറിലായിരിക്കുന്നത്. എനിക്ക് അത് സിൽവർ മാറ്റിയിട്ട് കുറച്ചും കൂടി അത് മാത്രം ഒരു ക്രോം എലമെൻറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ കണ്ടില്ലേ ബാക്കി എല്ലാവരും ഇത് വന്നിട്ട് ഇതൊരു ക്രോം കളറിലാണ് ഇരിക്കുന്നത്. അതൊന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കുറച്ചും കൂടി. അടുത്ത അപ്ഡേറ്റിൽ മാറുമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു കുഞ്ഞ് സാധനമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് അറിയത്തില്ല, ഇവിടെ കുഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്, ഒരു കുഞ്ഞ് ടോഗിൾ പോലത്തെ സാധനമാണ്. ഈ സാധനം വെച്ചിട്ടാണ് ഈ മീറ്ററിലുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അത് ഞാൻ വരാം. അടുത്ത് ഇവിടെ ഒരു ഹസാർഡ് ഉണ്ട്, നമുക്ക് ഹസാർഡ് ലൈറ്റ്, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കിൽ സ്വിച്ച്, ഇഗ്നീഷൻ, അങ്ങനത്തെ കാര്യം. പിന്നെ ഇവിടെ ഒരു മോഡ് ബട്ടൺ ഉണ്ട്, നമ്മുടെ ABS ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ഓൺ, റിയർ വീലിൻ്റെ ABS ഓഫ്, അങ്ങനത്തെ കുറച്ച് ഫങ്ഷൻസ് ഇതിൽ വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് പഴയ ഒരു മീറ്ററിനെ ഞാൻ പുച്ഛിച്ചെങ്കിലും എനിക്ക് പഴയ മീറ്റർ ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്ഡേറ്റ് വരുമ്പോൾ ആ സാധനങ്ങളൊക്കെ നമ്മുടെ കോമ്പസും അങ്ങനത്തെ കാര്യമൊക്കെ ഇവിടെ കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു തോന്നി. പക്ഷേ റൗണ്ട് വന്നപ്പോൾ എന്തോ എനിക്കങ്ങ് ഷൂട്ടാവില്ല. എനിക്ക് കുറച്ച് ഫിറ്റായില്ല. പിന്നെ എല്ലാവർക്കും അങ്ങനെയല്ലല്ലോ, എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നി ആ റൗണ്ട്. പക്ഷേ എല്ലാ ഡീറ്റെയിൽസ് ഒരുവിധം ഉള്ളതുണ്ട്. അതായത് ഇവിടെ ഒരു വലിയൊരു RPM മീറ്റർ ഉണ്ട്. ഇവിടെ നമ്മളെ ഫ്യൂൽ, അതായത് നല്ല വലിയ കട്ടയിൽ ഫ്യൂൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി കട്ടകളുടെ എണ്ണം കൂട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു എപ്പം മീറ്റർ കൊണ്ട് പമ്പിൽ കയറ്റാമെന്ന് പറഞ്ഞ കാര്യം. ഒരു 9000 വരെ റവ് ആവുന്ന ഒരു RPM മീറ്റർ ഉണ്ട്. ഇവിടെ നമ്മുടെ ടൈമുണ്ട്. ഇതെന്ന് പറയുമ്പോൾ എൻജിൻ ടെമ്പറേച്ചർ അല്ല, ഇത് ഔട്ട്സൈഡ് ടെമ്പറേച്ചറാണ്, അതായത് ഇവിടുത്തെ ടെമ്പറേച്ചറാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗിയർ പൊസിഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീറ്ററാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ പിന്നെ എൻജിൻ ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ ടോട്ടൽ കിലോമീറ്റർ. പിന്നെ ഈ സാധനം വെച്ച് നമുക്ക് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പോണിൽ എത്ര നമ്മുടെ കിലോമീറ്റർ ഓടി അതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കും. ഇതൊരു പ്ലസ് പോലെ ആയിരിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ ഒട്ടും ഒരു ക്വാളിറ്റി ഇല്ലാത്ത സ്വിച്ചാണ്. എനിക്കിത് ചെറിയൊരു പേടിയുണ്ട് ഈ സാധനം പൊട്ടി വരുമെന്ന്. മീൻസ് ഇത്രയും ഭാഗം നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ട് ഇതൊരുമാതിരി ചാത്തം സാധനം എടുത്ത് വെച്ച പോലെ ഇരിക്കുന്നത്. മീൻസ് എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. ഇത് പ്ലസ് പോലെ, ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു പാർട്ട് വന്നിരിക്കുന്നത്, അതാണ് ഈ പ്ലസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. മീൻസ് കൺട്രോൾ ചെയ്യുന്നത്. ആ പീസ് പൊട്ടിപ്പോകുന്ന അതിൻ്റെ പേടി, അമ്മാതിരി ക്വാളിറ്റി കുറവാണ്. പിന്നെ ഫ്യൂൽ റേഞ്ച്, അതായത് ഇപ്പോൾ കിടക്കുന്ന ഫ്യൂലിൽ എത്ര കിലോമീറ്റർ ഓടുമെന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഫ്യൂൽ കൺസപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി വോൾട്ടേജ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത സർവീസ് എപ്പോഴാണ്, ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. പിന്നെ എൻജിൻ ടെമ്പറേച്ചർ, അതായത് ലിക്വിഡ് കൂളിങ് വന്നിട്ടുണ്ട്. വണ്ടി നല്ല ഹീറ്റ് ആവുന്നുണ്ട്. ഞാൻ ട്രാഫിക്കൊന്നും പോയില്ലെങ്കിലും ഞാൻ അത്യാവശ്യം ഇങ്ങനത്തെ റോഡിലൊക്കെ പോയിട്ട് 2-3 ഇടത്തൊക്കെ നിർത്തേണ്ടി വന്നപ്പോൾ തന്നെ കുറച്ച് ഓവർ ഹീറ്റാണ്. അത് ഈ വണ്ടിക്കാണോ എന്ന് അറിയത്തില്ല, കുറച്ച് ഓവർ ഹീറ്റാണ്. പക്ഷേ സ്റ്റിൽ ദാറ്റ്സ് മാനേജബിൾ. ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ലിക്വിഡ് കൂളിങ് വന്നിട്ടുണ്ട്. പഴയതിലാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഓയിൽ മാറ്റുക എന്നല്ലാണ്ട് വേറൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. നമുക്കിതിപ്പോൾ നമ്മുടെ ഫാന് വന്നിട്ടുണ്ട്. പക്ഷേ ഹീറ്റ് ഇത് മാനേജ് ചെയ്യുന്ന കുറച്ച് ശോകമാണ്, കാരണം വാരി വലിച്ചാണ് ഇത് ഹീറ്റ് വിടുന്നത്. ഇപ്പോൾ ചില വണ്ടികൾ 6 ലിറ്ററൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഈ ഒരു സൈഡ് മാത്രമേ അടിക്കുമായിരുന്നു. ഞാൻ പില്ലിനായിട്ടിരുന്നപ്പോഴും എനിക്ക് എൻ്റെ കയ്യിലൊക്കെ അടിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കൈ വെച്ചിരുന്നപ്പോൾ ഇവിടേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വാരി വലിച്ചാണ് എനിക്ക് ഹീറ്റ് വിട്ടുകൊണ്ടിരുന്നതിൽ. പിന്നെ വണ്ടി കൊണ്ട് ഞാൻ പാർക്ക് ചെയ്തിട്ട് വണ്ടി നിർത്തി ഓഫാക്കിയപ്പോൾ ഫാൻ ഓണായി. ഓക്കെ, ഇപ്പോൾ ഫാൻ ഓണായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ക്യൂ ഓഫ് ചെയ്ത് പോകത്തില്ല, വെയിറ്റ് ചെയ്തു. ഞാനിപ്പോൾ ബാക്കി കുറേ വണ്ടിയിൽ ഇങ്ങനെ ചെയ്തപ്പോൾ ഇപ്പോൾ KTMൻ്റെ വണ്ടികളാണെങ്കിൽ ആ ഒരു വലിയ ശബ്ദമൊക്കെ കേൾക്കുമെങ്കിലും പെട്ടെന്ന് അത് ഓഫാവും. പക്ഷേ ഇത് ഓഫായില്ല. ഞാൻ നോക്കിയപ്പോൾ ഇത് നിന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. 15-20 ഒക്കെ ആയപ്പോൾ പിന്നെ ഞാൻ കീ ഓഫ് ചെയ്തു. ആക്ച്വലി കീ ഓണായിരുന്നു.
കീ ഓഫ് ചെയ്തിട്ടും ഇതിൻ്റെ മീറ്റർ ഓൺ ആയിക്കൊണ്ടിരിക്കുക. ഞാനത് ഓഫ് ചെയ്യാൻ കാരണം പഴയ ഹിമാലയൻ ഓണേഴ്സിന് അറിയാം, ഒരു കുഞ്ഞ് ബൾബ് കത്തി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ആവുന്ന ഒരു ഇതുണ്ടായിരുന്നു നമ്മുടെ പഴയ ഹിമാലയനിൽ. പക്ഷേ ഈ ഒരു ഹിമാലയനിൽ ഞാൻ ഒരു ഇഷ്യൂ വരുമെന്ന് പറഞ്ഞിട്ടാണ് കീ ഓഫ് ചെയ്തത്. കീ ഓഫ് ചെയ്തിട്ടും ഫാൻ ഓൺ ആയിക്കൊണ്ട് തന്നെയായിരുന്നു. ഞാൻ അത് ഭയങ്കര ട്രാഫിക്കൊന്നുമല്ല, ചെറിയൊരു ട്രാഫിക്, അതായത് ട്രാഫിക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ടൈം ആയപ്പോഴേക്കും നല്ല ഹീറ്റായത്. ഈ വണ്ടിയിൽ മാത്രമാണെന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളതാണ്, 500 കിലോമീറ്ററിലെ സർവീസ് കഴിഞ്ഞിട്ടുള്ളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് കുറച്ച് വണ്ടി യൂസ് ആകുമ്പോൾ മാറുമായിരിക്കും, അല്ലെങ്കിൽ ഫോളോയിങ് അപ്ഡേറ്റിൽ അത് മാറുമായിരിക്കും. എന്തായാലും അപ്ഡേറ്റ്സ് വരുന്നുണ്ടാവും. ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിയുണ്ട്, ഇഷ്ടംപോലെ അപ്ഡേറ്റ്സ് വണ്ടിക്ക് വരുന്നുണ്ടാവും. അടുത്ത മീറ്ററിൽ നമുക്ക് മോഡൊക്കെ ഉണ്ട്, അതായത് പെർഫോമൻസ് മോഡ്, എക്കോയും പെർഫോമൻസും ആണുള്ളത്. അപ്പോൾ ഈ ഒരു കീ ഒക്കെ വെച്ച് നമുക്ക് ഇത് ഇഷ്ടംപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കാരണം ഇത് മാപ്പ് ആക്കാൻ പറ്റും. നമുക്കടുത്ത് ഇവിടെ അപ്പിയറൻസ് മാറ്റാൻ പറ്റും. ഈ ഒരു കീ വെച്ച് തന്നെ നമുക്കിതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. മൈ വെഹിക്കിൾ, സിസ്റ്റം, ഇൻഫർമേഷൻ, ഫേവറേറ്റ്സ്, അങ്ങനെ കുറേ സാധനമൊക്കെ ഉണ്ട്. ഇപ്പോൾ ട്രിപ്പ് പ്രിഫറൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് അപ്പിയറൻസ് എടുത്തിട്ട് നമ്മൾക്ക് അപ്പിയറൻസിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ്റെ അകത്ത് എന്തൊക്കെ ആഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ ഇടണമെന്ന് പറഞ്ഞിട്ട് ബ്രൈറ്റ്നസ്. ഇപ്പോൾ ഇത് ഓട്ടോയിലാണ് കിടക്കുന്നത്. ഇത് ചിലപ്പോൾ ഇതൊരു പ്രശ്നമാണ്, ചിലപ്പോൾ മീൻസ് ഇത് ബ്ലാക്ക് ആവുന്നുണ്ട്, താനെ ഡാർക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കിത് മീറ്റർ കുറച്ച് അപ്ഡേറ്റ് വരണമെന്ന് തോന്നുന്നു, കാരണം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് ആയി രണ്ടുമൂന്നിടത്ത് ഈ തണലുള്ള സ്ഥലത്ത് പോകുമ്പോൾ. ഇത് അനലോഗാണ്, ഇത് ഡിജിറ്റലാണ്. ഇതാണ് ഡിജിറ്റൽ മാപ്പായിട്ട് വരുന്നത്. ഇതിലെന്ന് പറയുമ്പം നോർമൽ ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് വരും. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഫോണുമായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മാപ്പ് കുറച്ചും കൂടി ആക്സസ് ആവും. അതായത് മാപ്പ് കുറച്ചും കൂടി ആക്സസ് ചെയ്യണമെങ്കിൽ അത് ഇടണം, കാരണം അല്ലാണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഇതിലായിരിക്കും വരുന്നത്. ഇതിവിടെ കണക്ടിവിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, വണ്ടിയുടെ എക്സോ സൗണ്ട് കേൾപ്പിച്ചില്ല അല്ലേ? ഫ്യൂൽ പമ്പിൻ്റെ സൗണ്ട് ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് എന്ന് പറയുമ്പോൾ. പിന്നെ പഴയ വണ്ടി പോലെ പൊട്ടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് പൊട്ടുന്നുണ്ട്. പഴയ വണ്ടിയിൽ ഇങ്ങനെ നിന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, ആ ഒരു പൊട്ടൽ ഇതിലും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. നിങ്ങൾക്ക് ഞാൻ കഴിവതും ഇങ്ങനെ നിർത്തിയായിരിക്കും പറയുന്നത്, കാരണം വേറെ ഒന്നുമല്ല, കാരണം മൈക്ക് സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അടുത്തൊരു 2 മിററുണ്ട്, അഫ്കോഴ്സ് വൈബ്രേഷൻ ഉണ്ട്. നമ്മുടെ നോർമൽ ഹിമാലയനെ പോലെ റൗണ്ട് മിറർ തന്നെയാണ് വന്നിട്ടുള്ളത്. ക്ലച്ചൊക്കെ അത്യാവശ്യം ലൈറ്റാണ്. ബ്രേക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല കിഡിലും ബ്രേക്കാണ് വരുന്നത്. വൈബ്രേഷൻ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. നമുക്ക് 0 to 60 ഒന്ന് ട്രൈ ചെയ്യണം. അവിടെ ഈ റോഡിൽ 0 to 60 മാത്രമേ നമുക്കിപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, 0 to 60 ട്രൈ ചെയ്യാൻ പറ്റിയ റോഡാണ്. നമുക്ക് 0 to 60 നോക്കാം. ടേണിങ് റേഡിയസ് ഒക്കെ അത്യാവശ്യം കുറവാണ്, അത്യാവശ്യം വലിയ വണ്ടി ആയതുകൊണ്ട് ടേണിങ് റേഡിയസ് ഒക്കെ അത്യാവശ്യം കുറവാണ്. ഓക്കെ, നല്ല ടേണിങ്, അത്യാവശ്യം വലിപ്പമുള്ള വീൽ ബേസ് ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടേണിങ് റേഡിയസ് ഒക്കെ കുറവാണ്. പിന്നെ വിൻ ബ്ലാസ്റ്റ് നോർമൽ സ്പീഡ്സിനൊന്നും കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടി ഹൈ ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പൊക്കമുണ്ടാകുന്ന അഡ്ജസ്റ്റബിൾ കിട്ടിയിരുന്നാൽ കുറച്ചും കൂടി കൊള്ളായിരുന്നു. നോർമലി നല്ല ഗിയർ ഓക്കെ. അപ്പോൾ ഫാൾസ് ന്യൂട്രൽ കുറേ വീഴുന്നുണ്ട്. എനിക്കിപ്പോൾ ഇത് 2-3 ഫാൾസ് ന്യൂട്രലായി. ഇപ്പോൾ നമുക്ക് റോഡ് ലിമിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ഇതിൻ്റെ പെർഫോമൻസ് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇനി ഇതൊന്ന് ഓഫ് റോഡ് പോകും. അപ്പോൾ നമുക്ക് കുറച്ച് ഓഫ് റോഡ് ഇറങ്ങി നോക്കാം. ഓഫ് റോഡൊന്നും പറയാൻ പറ്റത്തില്ല, സ്റ്റിൽ കുറച്ച് അത്യാവശ്യം ഓഫ് റോഡ്സൊക്കെ ഉള്ളത്. ഇങ്ങനെ നിന്നോടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ, കാരണം ഹാൻഡിൽ ബാർ ആ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്, ഫുഡ് പെഗും അതുപോലത്തെ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. നമുക്ക് നിന്ന് അത്യാവശ്യം ഓടിക്കാൻ പറ്റുന്ന ഒരു അത്യാവശ്യം കൺട്രോൾ വരും. പക്ഷേ ഈ ടാങ്ക് ഹഗ് ചെയ്യുന്നത് മാത്രം കുറച്ച് ഇഷ്യൂ ആയിട്ട് തോന്നി. ടാങ്ക് കുറച്ച് സ്ലിപ്പറി ആയിട്ട് തോന്നി. ടാങ്ക് പാഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൊള്ളായിരിക്കും. അപ്പോൾ ഓഫ് റോഡൊക്കെ അത്യാവശ്യം വണ്ടി ഇതാവുന്നുണ്ട്, അതായത് നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ ഇരിപ്പുണ്ട്, വണ്ടി കൈവിട്ട് പോകുന്ന പോലത്തെ പോലെ. തേർഡ് ഗിയറിലൊക്കെ അത്യാവശ്യം നോക്കിംഗ് ഉണ്ട് കേട്ടോ. തേർഡ് ഗിയറിൽ അത്യാവശ്യം നോക്കിംഗ് ഉണ്ട്. നമ്മൾ പഴയ വണ്ടിയിലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും നോക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. പഴയ വണ്ടിയിലാണെങ്കിൽ നമ്മൾ
ചെറുതായിട്ട് കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി സ്പിന്നായി വരും. വണ്ടി കുറച്ച് ചരിഞ്ഞാലൊക്കെ ഹെവിയാണ്, പക്ഷേ ഓടിക്കുമ്പോൾ നമുക്ക് അത്രയും വെയിറ്റ് തോന്നിക്കുന്നില്ല. കാരണം കോർണർ എടുക്കുമ്പോഴും അത്രയും വലിയ വിഷയമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ പഴയത് എന്തൊക്കെ നമുക്ക് കിട്ടിയില്ല എന്ന് കരഞ്ഞു അതെല്ലാം നമുക്ക് ഈ ഒരു വണ്ടിയിൽ തന്നിട്ടുണ്ട് അവർ. പിഞ്ചയിപ്പിക്കുക, അപ്പുറത്ത് തോടാണ്, പോയി കഴിഞ്ഞാൽ തൂക്കിയെടുക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുന്നു. വണ്ടി പൊട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ കൈ കൊടുത്തിട്ട് കണ്ട പൊട്ടുന്ന സൗണ്ട് കേൾക്കാമെന്ന് അറിയില്ല. വണ്ടി നല്ലതായിട്ട് പൊട്ടുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ വണ്ടി. വേറെ ഒന്നുമല്ല, ചെക്കന്മാരല്ല. എനിക്ക് വണ്ടി നല്ല ഇഷ്ടം. കാരണം അത്യാവശ്യം ഓഫ് റോഡ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി ഇപ്പോൾ ആൾക്കാർക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഒരു 25 to 30 അകത്താണ് ആൾക്കാർ കിട്ടുന്നത്. ചിലവർക്ക് നല്ല കുറവ് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചിലവർ ആ ഒരു റേഞ്ചിൻ്റെ അകത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വിട്ടുപോയത് ഒരു ചെറിയൊരു സാധനമുണ്ട്. ഇവിടെ ഒരു ടൈപ്പ് സിയുടെ ചാർജർ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു 5 വോൾട്ടിൻ്റെ ഒരു ടൈപ്പ് സി ചാർജർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു യൂസ്ഫുള്ളാണ്. പിന്നെ എനിക്ക് തോന്നിയ വേറെ ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് അഡ്ജസ്റ്റബിൾ ആയിരുന്നെങ്കിൽ ഒരു സ്റ്റെപ്പ് പൊക്കാനോ താക്കാനോ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കൊള്ളായിരുന്നു. അതായത് കുറച്ചും കൂടി യൂസ്ഫുള്ളായിരുന്നു. പിന്നെ ഫാൾസ് ന്യൂട്രലൊക്കെ അത്യാവശ്യം വീഴുന്നുണ്ടായിരുന്നു. അതായത് പിന്നെ എനിക്ക് ഫാൾസ് ന്യൂട്രൽ വീഴുന്നുണ്ടായിരുന്നു. അത് ഈ വണ്ടിയുടെ പ്രശ്നമാണോ എന്ന് അറിയാം. കുറച്ച് ഫാൾസ് ന്യൂട്രൽ വീഴുന്നുണ്ടായിരുന്നു. ഇനി എനിക്ക് തോന്നുന്നു ഹിമാലയൻ എടുക്കാൻ പോകുന്നവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടുത്ത ഒരു അപ്ഡേറ്റ് വരുമ്പോൾ എന്തായാലും മാർക്ക് കിട്ടും. ഇത് ഫസ്റ്റ് ആയതുകൊണ്ടാണ് അവർക്ക് ആ കുറച്ച് ഇത് ഫസ്റ്റ് ടൈം ഇറങ്ങിയതല്ലേ ഉള്ളൂ. അപ്ഡേറ്റ്സിൽ അവർ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഹിമാലയൻ 450യുടെ റിവ്യൂ. എനിക്കറിയാം കുറേ കാര്യങ്ങൾ ഞാൻ മിസ്സായിട്ടുണ്ടാകും. ഇത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നിയതോ മീൻസ് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുള്ള കാര്യം നിങ്ങൾ എന്നെ ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യുക. മീൻസ് ഞാൻ അടുത്തത് തിരുത്താൻ നോക്കാം. പിന്നെ എനിക്ക് തോന്നിയ കുറച്ച് പോരായ്മകൾ, അതായത് ആ ഒരു ബ്രേക്കും ഹീറ്റിങ്ങും അല്ലാണ്ട് കുറച്ച് അധികം പോരായ്മകൾ എനിക്ക് തോന്നി. അതെന്ന് പറയുമ്പോൾ വൈബ്രേഷൻ ഉണ്ട്, അത്യാവശ്യം നല്ല വൈബ്രേഷൻ ഉണ്ട്. എനിക്ക് തോന്നി വൈബ്രേഷൻസ്. ഇനി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അതോ ഈ മോഡലിൽ മാത്രമാണെന്ന് അറിയത്തില്ല. ഞാൻ ഈ ഒരു വണ്ടി മാത്രമേ ഞാൻ ഓടിച്ചിട്ടുള്ളൂ കുറച്ച്. അപ്പോൾ എനിക്ക് അത്യാവശ്യം വൈബ്രേഷൻ തോന്നിയിട്ടുണ്ട്. അതായത് ഹാൻഡിൽ ബാറിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല വൈബ്രേഷൻ വരുന്നുണ്ട്. പഴയത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ കോമ്പി ആയിട്ട് നിൽക്കുന്ന വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് വൈബ്രേഷൻസ് ഉണ്ട്. പിന്നെ കുറച്ച് പ്രൊജക്റ്റഡ് പാർട്സ് കുറച്ച് കൂടുതലാണ്. അതായത് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഈ ഒരു സ്റ്റേ ഇല്ലേ, നമ്മുടെ ഹെഡ്ലൈറ്റ് വരുന്ന ഒരു സ്റ്റേ കുറച്ചൊന്ന് പ്ലാസ്റ്റിക് പീസസൊക്കെ വെച്ച് ഒന്ന് കവർ ചെയ്യായിരുന്നു. ഈ ഒരു ഭാഗം കൂടി ഒന്ന് കവർ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി കൊള്ളായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അടുത്ത അപ്ഡേറ്റിൽ വരും. പിന്നെ ഈ ഒരു കീ നോബ്, പിന്നെ ബ്രേക്കിംഗ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നല്ല കിടിലം ബ്രേക്കാണ് വന്നിട്ടുള്ളത്. എൻ്റെ പേഴ്സണൽ ചോയ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ബ്രേക്കാണ് വരുന്നത്. രണ്ടും സീരിൻ്റെ ടയറാണ് ഇതിലിപ്പോൾ കിടക്കുന്നത്. എനിക്ക് അത്യാവശ്യം റോഡ് ഗ്രിപ്പൊക്കെ തോന്നി. പിന്നെ കോർണറൊന്നും ചെയ്തില്ല ഞാൻ. അത്ര വലിയ കോർണറൊന്നും ചെയ്തില്ല. നോർമൽ യൂസേജിന് ഇത് നല്ല ടയറാണ് കിടക്കുന്നത്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹിമാലയൻ ഇഷ്ടപ്പെട്ടു. അതായത് പഴയത് എന്തൊക്കെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിരുന്നു അതെല്ലാം ഹിമാലയൻ തന്നു. അതായത് നമ്മുടെ റോയൽ എൻഫീൽഡ് കുറേ കാര്യങ്ങൾ അവർ തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നെഗറ്റീവ്സൊക്കെ ഉണ്ട്. ഹെഡ്ലൈറ്റ് നിങ്ങൾ മിക്കവരും മാറ്റേണ്ടി വരും. പക്ഷേ ഈ ഒരു സ്റ്റേയുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് കാണുമ്പോൾ നമ്മുടെ റാലി ഓടിക്കുന്നവരുടെ ആ ഒരു സ്റ്റേ പോലെ ഈ ഒരു ഫ്രണ്ട് എൻഡിൻ്റെ സ്റ്റേ വന്നിട്ടുള്ള മീൻസ് നമ്മുടെ റാലി, അതായത് ഡെക്കാർ റാലിയൊക്കെ പോകുന്നവരുടെ പോലത്തെ ഒരു സ്റ്റെം അല്ലെങ്കിൽ സ്റ്റേ അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹെഡ്ലൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള മാറ്റാം. ഇപ്പോഴത്തെ മിക്ക ഓഫ് റോഡ് പോകുന്നവർ ഈ ഹെഡ്ലൈറ്റ് മാറ്റിയിട്ട് കുറച്ച് LED ലൈറ്റ്സ് ആണ് വയ്ക്കുന്നത്. അത് ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഈ ഹെഡ്ലൈറ്റിന് കുറച്ച് പ്രകാശം കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹിമാലയൻ 450യുടെ റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യുക. ഞാൻ ഇനി ഇതുപോലത്തെ വണ്ടികൾ കൊണ്ടുവരാൻ നോക്കാം. ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ കുറച്ച് താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി നമുക്ക് ഷോറൂമിൽ നിന്ന് കിട്ടുന്നില്ല. ഷോറൂമിൽ പോയി ചോദിക്കുമ്പം ബുക്കിങ്ങിനാണെങ്കിൽ വണ്ടി തരാമെന്ന് പറഞ്ഞു, അല്ലാണ്ടാണെങ്കിൽ സോറി എന്ന് പറഞ്ഞു. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. നിങ്ങൾക്കപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.